നമസ്കാരം. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചു. ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ ലോറൻസ് പറഞ്ഞിരുന്നില്ല എന്നുമാണ് ഹർജിയിലുള്ളത്. ഹർജി അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. ലോറൻസിൻ്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 7:30 മുതൽ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ശേഷം CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിൽ എത്തിക്കും. വൈകുന്നേരം എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന CPM നേതാക്കൾ MM ലോറൻസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൊച്ചിയിലെത്തും. വൈകുന്നേരം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നായിരുന്നു CPMൻ്റെ അറിയിപ്പ്. എന്നാൽ മെഡിക്കൽ കോളേജിന് കൈമാറുന്നതിനെതിരെയാണ് മകൾ ആശ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു MM ലോറൻസിൻ്റെ അന്ത്യം. 2015 CPM ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയുടെ ഔദ്യോഗിക സമിതികളിൽ നിന്ന് ഒഴിവായി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂമോണിയ ബാധയെ തുടർന്ന് കുറച്ചുനാളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ MM ലോറൻസിൻ്റേത് സമരോജ്വലമായ പൊതുജീവിതമായിരുന്നു. എറണാകുളം മേഖലയിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുന്നതിലും വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു MM ലോറൻസ്. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ഇടുക്കി MP-യുമാണ്. CITU സംസ്ഥാന സെക്രട്ടറി, CITU ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1998 CPM സംസ്ഥാന സമ്മേളനത്തിൽ അച്ചടക്ക നടപടിക്കും വിധേയനായിട്ടുണ്ട്. 2005 വീണ്ടും CPM സംസ്ഥാന സമിതി അംഗമായി. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെ തുടർന്ന് ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ എന്ന ലോറൻസിൻ്റെ ആത്മകഥ കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയും പിന്നീട് പാർട്ടിയെ ഗ്രസിച്ച വിഭാഗീയതയും വിശദമായി പ്രതിപാദിക്കുന്ന ആത്മകഥയിൽ പാർട്ടിയിൽ തന്നെ ഒതുക്കാൻ VS അച്യുതാനന്ദൻ ശ്രമിച്ചു എന്ന ആരോപണം MM ലോറൻസ് ആവർത്തിച്ചിരുന്നു. പല സമരമുഖങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. വിഭാഗീയ പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ വളരെ ശക്തമായ നിലപാടാണ് MM ലോറൻസ് സ്വീകരിച്ചിരുന്നത്. പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചുകൊണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർത്ത തൊഴിലാളി നേതാവ് കൂടിയായിരുന്നു MM ലോറൻസ്. അദ്ദേഹം തൻ്റെ കുടുംബം പാർട്ടിയാക്കി മാറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ പലപ്പോഴും ഈ പാർട്ടി നടപടികളിൽ നിന്നൊക്കെ തന്നെ അദ്ദേഹം മാറണം, പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അതിശക്തമായ ചുവടുവയ്പ്പുകളോടെ CPMനെ വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച നേതാവ് കൂടിയായിരുന്നു MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മകൾ ആശ ലോറൻസ് പറയുന്നത്. പക്ഷേ പാർട്ടി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമാക്കി നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ രേഖകളോ അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കണമോ അതോ മറ്റ് ചടങ്ങുകൾക്ക് ശേഷം സംസ്കരിക്കണമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ കൂടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. മറ്റ് മക്കളുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും സമരോജ്വലമായ ഒരു ജീവിതത്തിനാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. MM ലോറൻസ് എന്ന സഖാവിൻ്റെ ഇത്രയും വർഷത്തെ പാർട്ടി ജീവിതം ഒക്കെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും തീർച്ചയായും എന്നതിൽ സംശയമില്ല.